Voice of Marketing, in touch with positive people. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. റീറ്റെയിൽ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ കുറിച്ച്, അതിൻ്റെ സക്സസിനെ കുറിച്ച് ആ യാത്ര നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു റീറ്റെയിലറിൻ്റെ ബിസിനസ് ഗ്രോത്ത് ചെയ്യുന്നതിന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും, അവിടെ വരുന്ന പ്രോഡക്റ്റുകളാണ് ഒരു റീറ്റെയിലറുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ സഹായിക്കുന്നതെന്ന്. ആ ചിന്ത മാറ്റിവെക്കുക. ഒരു റീറ്റെയിലറുടെ ബിസിനസ്സിനെ ഗ്രോത്തിനെ സഹായിക്കുന്നത് അവിടെ അയാൾ വിൽക്കുന്ന മാർജിൻ, ലാഭം മാത്രമൊന്നുമല്ല. ഈ മോഡേൺ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്, ആ സ്റ്റാഫുകൾക്ക് മുതലാളിയിലുള്ള വിശ്വാസവും ആ മുതലാളിക്ക് അവരിലുള്ള വിശ്വാസവും, ഇതിൻ്റെ കൂട്ടായ്മയാണ് ഒരു റീറ്റെയിൽ ഷോപ്പിൻ്റെ സക്സസ്. ഇത് കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ, ഒരു സ്റ്റാഫിനെ, റീറ്റെയിൽ ഷോപ്പിലെ ഒരു സ്റ്റാഫിനെ എടുക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അയാളുടെ വീട് സന്ദർശിച്ചിരിക്കണം. നിങ്ങൾ ഒരു സ്റ്റാഫിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരുടെ വീട് വരെ ഒന്ന് സന്ദർശിക്കൂ. ഒരു റീറ്റെയിൽ ഷോപ്പിൻ്റെ സക്സസ് എന്ന് പറയുന്നത് നല്ല സ്റ്റാഫുകളാണ്. ഒരു സ്റ്റാഫിനെ നമ്മൾ നമ്മുടെ റീറ്റെയിൽ ഷോപ്പിലേക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോൾ അവരുടെ വീട്ടിലൊന്ന് സന്ദർശിക്കുന്നത് നന്നായിരിക്കും. അയാൾ ഏത് തരത്തിൽപ്പെട്ട ആളാണ്, അയാളുടെ വീട് എവിടെയാണ്, അയാളുടെ ചുറ്റുപാടുകൾ എങ്ങനെയാണ്, അയാൾ സ്വന്തം വീട്ടിലാണോ താമസിക്കുന്നത്. അങ്ങനെ ആ സ്റ്റാഫിൻ്റെ വീട് സന്ദർശിക്കുമ്പോൾ അവരുടെ മനസ്സിലും ഒരു സന്തോഷം വരും. നിങ്ങൾ അവരുടെ വീട്ടിലെത്തി ഇരുന്നു, അവർ തന്ന ഒരു കോഫി കഴിക്കുന്നു, വീട്ടുകാരെ പരിചയപ്പെടുത്തുന്നു, ഒരു അറ്റാച്ച്മെൻറ്റ് തുടങ്ങിയാണ്. ശരിക്കും ഒരു അറ്റാച്ച്മെൻറ്റ് വേണം കേട്ടോ. റീറ്റെയിൽ ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫുകളും ആ റീറ്റെയിലറും തമ്മിൽ നല്ല അറ്റാച്ച്മെൻ്റ് ഉണ്ടാകണം. അല്ലെങ്കിൽ എന്തും തുറന്ന് സംസാരിക്കാനുള്ള ഒരു നല്ല മാനസിക ബന്ധം രണ്ടുപേരും തമ്മിലുണ്ടാകണം. കാരണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ഷോപ്പിൽ നിന്നും 2 ദിവസം അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ആ സ്റ്റാഫിന് കഴിയണം. അതുമാത്രമല്ല, ട്രസ്റ്റബിലിറ്റി ഉണ്ടായിരിക്കണം ആ സ്റ്റാഫിൽ. ആ സ്റ്റാഫ് നല്ലൊരു വ്യക്തിയായിരിക്കണം. പേയ്മെൻറ്റ്, അതിൻ്റെ വശത്തിലേക്കാണ് ഞാൻ വരുന്നത്. ആ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാഫായിരിക്കണം. ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് 2 ദിവസം ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നു, ആ സ്റ്റാഫിനെ ഏൽപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിശ്വാസ്യത ആ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. ആ സ്റ്റാഫിനെ വിശ്വസിക്കാൻ കഴിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള വിശ്വാസങ്ങൾ വളരണമെങ്കിൽ വീടായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, കുടുംബക്കാരായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്, മക്കളായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, വീട്ടുകാര്യങ്ങൾ ചോദിക്കുകയും വീട്ടുവിശേഷങ്ങൾ അറിയുകയും പരസ്പരം അറിയുകയും ഒരു ചെറിയ ഒരു അഡ്വാൻസ്, ചെറിയ പൈസയൊക്കെ ചോദിച്ചാൽ അത് കൊടുക്കാനുള്ള മനസ്സ് ഉണ്ടാകണം കേട്ടോ. കാരണം അയാൾ ആശ്രയിക്കുന്നത്, അയാൾ ജീവിക്കുന്നത് ആ നിങ്ങളുടെ റീറ്റെയിൽ ഷോപ്പിനെ ആശ്രയിച്ചാണ് അയാൾ ജീവിക്കുന്നത്. അപ്പോൾ ആ സ്റ്റാഫ് എന്തെങ്കിലും ചെറിയൊരു പൈസ അഡ്വാൻസ് ചോദിച്ചാൽ അത് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുക. അയാളായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ദൃഢമാക്കുക. ഒരു നല്ലൊരു സ്റ്റാഫാണ്, അയാൾ അവിടെ നിന്നതുകൊണ്ട് സെയിൽസ് നമ്മുടെ ഗ്രോത്ത് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്, സെയിൽ നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്, നല്ല സ്റ്റാഫാണ്. ഒരു കസ്റ്റമർ വന്നാൽ കൺവേർട്ട് ചെയ്ത് അത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് ഒരു കസ്റ്റമറെ കൺവേർട്ട് ചെയ്യാനുള്ള കഴിവുള്ളൊരു സ്റ്റാഫാണ്. അയാളെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കണം. അയാൾ നല്ല സ്വഭാവക്കാരനാണ്, നല്ല പെരുമാറ്റമാണ്, പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വിശ്വസിക്കാം. ഞാനിവിടെ 2 ദിവസം ഇല്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരാൾ എപ്പോഴാണ് വളരാൻ തുടങ്ങുന്നത്? നിങ്ങളുടെ സ്റ്റാഫിനെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ തുടങ്ങുമ്പോൾ അയാൾ ഉയരാൻ തുടങ്ങും, വളരാൻ തുടങ്ങും. അയാൾക്ക് തോന്നിയിരിക്കണം, ആ സ്റ്റാഫിന് തോന്നിയിരിക്കണം, ഇത് എൻ്റെ കൂടി സ്ഥാപനമാണ്, ഈ സ്ഥാപനം എൻ്റെ കൂടി സ്ഥാപനമാണെന്നുള്ള ബോധം അയാൾക്ക് വളരാൻ തുടങ്ങുമ്പോൾ ആ റീറ്റെയിൽ ഷോപ്പ് ഗ്രോ ചെയ്യാൻ തുടങ്ങും, ആ റീറ്റെയിൽ ഷോപ്പ് ഗ്രോത്ത് ചെയ്യാൻ തുടങ്ങും. അല്ലാതെ ഒരു റീറ്റെയിലറിൻ്റെ ഓണർ വിചാരിച്ചാൽ മാത്രം ഒരു ബിഗ്ഗസ്റ്റ് ഷോപ്പ് ഒന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ചെറിയ ഷോപ്പുകളൊക്കെ ഓണർ മാത്രം ഇരുന്നാൽ ചെറിയ രീതിയിൽ ബിസിനസ് നടത്തുന്ന ഒരു സങ്കേതമുണ്ട്, അത് വേറെ കാര്യം. ഒരു കുറച്ചൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാഫുകളുടെ സപ്പോർട്ട് കൂടി ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കണം. അവരെ വിശ്വസിക്കാൻ പറ്റണം, പേയ്മെൻറ്റ് കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റണം, അവിടെ ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റണം. നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്ന സ്റ്റാഫുകൾ ഒരു സ്ഥാപനത്തിൽ വരുന്നത്, നല്ല കലിബറുള്ള കഴിവുള്ള സ്റ്റാഫുകളാണ് ഒരു സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കാൻ ഏറെ സഹായിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
കൺസ്യൂമർ വന്ന് റൈറ്റ് ചോദിക്കും. ആ റൈറ്റ് ചോദിക്കുന്ന ഒരു പരിധിവരെ ഡിമാൻഡായി നിൽക്കുന്ന 1-2 പ്രോഡക്റ്റുകൾക്കായിരിക്കാം. അപ്പോൾ ആ പ്രോഡക്റ്റുകൾക്കൊക്കെ ലോകത്തില്ലാത്ത റേറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ കസ്റ്റമർ വാങ്ങിക്കും. അതിനുശേഷം അയാൾ എടുക്കുന്ന ലാഭം വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ആ ഷോപ്പിലേക്ക് കയറുക പോലും ഉണ്ടാവില്ല. മാന്യമായ ലാഭം എടുത്തുകൊണ്ട് കൂടുതൽ സെയിലോളിയം നടത്താൻ ഒരു റീറ്റെയിലർ ശ്രമിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇന്നത്തെ കാലം വളരെ കോമ്പറ്റീറ്റീവാണ്, മാർക്കറ്റ് വളരെ കോമ്പറ്റീറ്റീവാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ ഒരു മിനിമം ലാഭത്തിൽ കൂടുതൽ ലാഭം എടുത്ത് വിൽക്കുമ്പോൾ അടുത്ത ഷോപ്പുകാരൻ അതിൽ വളരെ കുറച്ചാണ് വിൽക്കുന്നത്. അയാൾ ഒരു മിനിമം ലാഭം എടുത്ത് വിൽക്കുകയും നിങ്ങൾ അതിനേക്കാൾ വലിയ ലാഭം എടുത്ത് വിൽക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യാനുള്ള കസ്റ്റമറുടെ ഒഴുക്ക് നിലയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഗ്രോത്തിനും വേണ്ടിയിട്ടുള്ള മിനിമം ലാഭം എടുക്കുകയും അത് റീറ്റെയിൽ ഷോപ്പിൻ്റെ സക്സസ്സിനെ തന്നെയാണ് അത് ഉന്നം വയ്ക്കുന്നത്. സക്സസ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാന്യമായിട്ടുള്ള ലാഭം മാത്രമേ ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ എടുക്കാവുള്ളൂ. റീറ്റെയിൽ ആദ്യം പറഞ്ഞ പോലെ ബൃഹത്താണ്. അതിൻ്റെ ഏരിയകൾ നെക്സ്റ്റ് എപ്പിസോഡിൽ തുടരും. ഓൾ ദ ബെസ്റ്റ്.